As shown in figure, if sigma equal to minus 2 10 raised to minus 6 coulomb meter square, calculate the distance such that electrons strike the plate with zero velocity. അപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് തന്നിട്ടുണ്ട്, ആ പ്ലേറ്റിൻ്റെ ചാർജ് തന്നിട്ടുണ്ട്. ചാർജ് -2 ഇൻറ്റു 10 raised to minus 6 ആണ്, അത്ര കൂളമ്പ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്ലേറ്റിലേക്ക് ഇലക്ട്രോൺ വന്ന് ഇടിക്കുകയാണ്. വന്നിടിക്കുമ്പോൾ എന്താവണം? വന്നിടിക്കുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി 0 ആവണം. അപ്പോൾ എത്ര ഡിസ്റ്റൻസിൽ വെച്ചാലാണ് ഇവിടെ വന്നിടിക്കുമ്പോൾ 0 ആകാമെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ഡിസ്റ്റൻസാണ് കാണേണ്ടത്. അപ്പോൾ ഡി ആണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, അതായത് ഡി കണ്ടെത്തണം. അപ്പോൾ നമ്മൾ വളരെ അകലെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പോൾ ഇവിടെ എന്ന് വിചാരിച്ചോ, ചിലപ്പോൾ എന്ത് പറ്റും? ഇവിടെ വരെ വന്ന് തിരിച്ചു പോകാം. ചിലപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും? അടുത്തേക്ക് വന്ന് ചിലപ്പോൾ ഇവിടെ കറക്റ്റ് ടച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി 0 ആവണം. അപ്പോൾ എത്ര ഡിസ്റ്റൻസിൽ വെച്ചാലാണ് അങ്ങനെ സംഭവിക്കുക എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് എന്തുണ്ട്? ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇതിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ആ കൈനറ്റിക് എനർജി ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും എന്ത് പറ്റും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 100 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10 raised to minus 19 കൂളമ്പാണ്. അത്ര ജൂളാണ്. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ എനർജി നമുക്ക് കിട്ടി. എനർജി ഇപ്പോൾ എത്ര എന്ന് കിട്ടി? 100 ഇലക്ട്രോൺ വോൾട്ട് ആകുമ്പോൾ എത്ര കിട്ടും? 100 ഇൻറ്റു 1.6 ഇൻറ്റു 10 raised to minus 19 ജൂളാണ് ഇപ്പോൾ വന്ന എനർജി. ഇത്ര എനർജി ഉള്ള കൈനറ്റിക് എനർജിയിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഈ മെറ്റലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും? ഈ മെറ്റലിൽ നിന്ന് റിപ്പൽഷൻ കൊണ്ട് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വന്ന് അവസാനം നിൽക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൈനറ്റിക് എനർജി കുറയുമ്പോൾ എന്താ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം എനർജി കൺസർവേഷൻ റൂൾ പ്രകാരം ഒരു എനർജി കൺവേർട്ട് ചെയ്യുമ്പോൾ അത് വേറെ എനർജി ആയിട്ട് മാറും. അല്ലാതെ എനർജി നമുക്ക് വെറുതെ വാനിഷ് ചെയ്യും പോകില്ല, അത് ഏതെങ്കിലും ഒരു എനർജി ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഈ എനർജി ഇവിടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ആ ഇലക്ട്രോണിൻ്റെ എനർജി ഇവിടെ എന്തായിട്ട് മാറി? ഇവിടെ എത്തുമ്പോഴേക്കും അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. നമുക്കിവിടെ വേണ്ടത് ഡി ആണ് കാണാനുള്ളത്. അപ്പോൾ ഡി റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡി കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ റിലേഷൻ എടുക്കുകയാണ്. നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണെന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. ആ ഫോർമുല എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് കൊണ്ടുവരാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. കാരണം എന്താ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചില്ല? ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കാത്തത്. പക്ഷേ ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന വർക്ക് ഡൺ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഫോഴ്സ് നോക്കുക. ഇവിടെ ഈ ഇലക്ട്രോണിൻ്റെ മേലെ വരുന്ന ഫോഴ്സ് എന്താണ്? ഈ ഇലക്ട്രോൺ ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ റിപ്പൽസീവ് ഫോഴ്സാണ് ഉണ്ടാവുന്നത്. ഈ റിപ്പൽസീവ് ഫോഴ്സിൻ്റെ സ്വഭാവം എന്താണ്? അതൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റൻ്റ് ആവാൻ കാരണം? അത് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഷീറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ള ഷീറ്റല്ലേ. ഷീറ്റിൻ്റെ ഫീൽഡിൻ്റെ പ്രത്യേകത, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്? സിഗ്മ ബൈ 2ε0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് സിഗ്മ ബൈ 2ε0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറല്ല. അതായത് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഷീറ്റ്, ഇൻഫൈനറ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഈ റീജിയണിലെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണെന്നറിയാം. ആ കോൺസ്റ്റൻറ്റിലാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ മേലുള്ള ഫോഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ ഇൻറ്റു ഇ. അതാണ് ഇവിടെ നമ്മൾ എഴുതിയത് ഫോഴ്സാണ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതി. അതാണ് കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇ ഇൻറ്റു ഡി എന്ന് എഴുതി. അപ്പോൾ നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ റീപ്ലേസ് ചെയ്യാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ E0 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ഒരു ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2ε0 എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ കൊടുത്തത് സിഗ്മ ബൈ E0 ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം വന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ്. ഈ ഷീറ്റ് എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞൊരു ഷീറ്റാണ്. അപ്പോൾ ഒറ്റ ലെയറിൽ മാത്രമേ ഇത് ചാർജ് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുലയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇതൊരു പ്ലേറ്റാണ്. ആ പ്ലേറ്റ് ആകുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ തിക്നെസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ തിക്നെസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പ്ലേറ്റ് ആകുമ്പോൾ നമുക്കറിയാം അല്പം തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കേസ് വരുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല സിഗ്മ ബൈ E0 ആണ്. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഒരു കണ്ടക്ടറിൻ്റെ സിഗ്മ ബൈ E0 ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് കൊടുത്തത്? സിഗ്മ ബൈ E0 എന്ന് കൊടുത്തത്. അപ്പോൾ വരുന്നത് ഒരു തിൻ ഷീറ്റിൻ്റെ അടുത്തേക്കല്ല വരുന്നത്, ഒരു പ്ലേറ്റിൻ്റെ അടുത്തേക്കാണ്. അതുകൊണ്ടാണ് ഈ വാല്യൂ കൊടുത്തത്. ഇനി നമുക്ക് മറ്റെന്ത് ചെയ്യാം?
ഇ എന്ന് പറയുന്ന ഇലക്ട്രോണാണ്, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു, ഇൻറ്റു ഡി എന്ന് കൊടുത്തു. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇതാണ് കൈനറ്റിക് എനർജി എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ വാല്യൂ കൊടുത്തിട്ട് കണ്ടെത്താം, ഓരോ വാല്യൂ കൊടുക്കാം. അപ്പോൾ കൈനറ്റിക് എനർജി വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്. എത്രയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? 100 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁹ അത്ര ജൂളാണെന്ന് മനസ്സിലായി. കൈനറ്റിക് എനർജി ജൂളിലാണ് നമ്മൾ പറയുക. അപ്പോൾ അത്ര ജൂള് കിട്ടി. ഇനി ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണാണ്, അതിൻ്റെ വാല്യൂ 1.6 ഇൻറ്റു 10⁻⁹ ആണ്. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഡെൻസിറ്റിയാണ്, ചാർജിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, അത് കൊടുക്കുക. എത്ര കിട്ടും? 2 ഇൻറ്റു 10⁻⁻⁶. ഞാനിവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നില്ല, ഇത് ഇലക്ട്രോണാണ് കാണിക്കാനാണ് ഇവിടെ മൈനസ് സൈൻ കൊടുത്തുള്ളത്. കാരണം വരുന്ന ഇലക്ട്രോണാണ്, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണാണ്. അപ്പോൾ ഇവർ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടെന്ന് കാണിക്കാനാണ് മൈനസ് ചിഹ്നം കാണിച്ചത്. അപ്പോൾ അത് സിഗ്മ കൊടുത്തു. ഇനി ഈ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് 8.8 ഇൻറ്റു 10⁻⁻12 ആണ്. ഇനി എന്താണ്? ഇൻറ്റു ഡി എന്ന് എഴുതി. അപ്പോൾ നമുക്കിവിടെ എല്ലാ വാല്യൂസും അറിയാം, ഇതിൽ നിന്ന് നമുക്ക് ഡി എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഡി ചെയ്താൽ കിട്ടുന്നത് ഡി ഈക്വൽ ടു 0.44 mm എന്ന് കിട്ടി. ഇത്ര വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ നമുക്കിതിൻ്റെ തിയറി നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഈ ഇലക്ട്രോൺ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഈ ഇത്ര സ്ഥലത്തുണ്ടാവുന്നത്, ഇവിടേക്ക് ഉണ്ടാവുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് σ/E0. അപ്പോൾ ഈ σ/E0യിലാണ് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഈ ഇലക്ട്രോണും തമ്മിൽ റിപ്പൽഷൻ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനെ എതിരായിട്ട്, ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. കാരണം റിപ്പൽഷന് എതിരായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്ന, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നു. മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറഞ്ഞത്? കാരണം ഇവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് പ്ലേറ്റാണ്, വരുന്നത് നെഗറ്റീവ് പ്ലേറ്റാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ റിപ്പൽഷൻ വരും. അപ്പോൾ ഈ കൈനറ്റിക് എനർജി 100 ഇലക്ട്രോൺ വോൾട്ടിൽ വരുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വന്ന അവസാനം ഈ പ്ലേറ്റുമ്പോൾ നിൽക്കും. ഈ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ എനർജി മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയായി മാറി. അതുകൊണ്ടാണ് കൈനറ്റിക് എനർജി നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളത് എടുത്തില്ല. കാരണം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡി ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വർക്ക് ഡൺ എന്നുള്ള ബന്ധമാണ് ഉപയോഗിക്കുന്നത്. ഏത് എനർജിയും ഈക്വൽ ടു വർക്ക് ഡൺ ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വർക്ക് എനർജി തിയറം എന്ന് പറയുന്ന തിയറാണ്. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി 100 ഇലക്ട്രോൺ വോൾട്ടിൽ നിന്ന് 0 ആയി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്, ΔKE ആണ്. അപ്പോൾ അതെന്താണ്? വർക്ക് ഡണ്ണിന് തുല്യമാണ്. വർക്ക് ഡൺ എങ്ങനെ ഉണ്ടാവുന്നത്? ഇവിടെ റിപ്പൽസീവ് ഫോഴ്സ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ റിപ്പൽസീവ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ഡൺ കിട്ടി. ഈ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അത് കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റൻ്റ് ആവാനുള്ള കാരണം? ഇവിടുത്തെ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഇയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയപ്പോൾ എന്ത് പറ്റി? ഇത് രണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും കോൺസ്റ്റൻ്റ് ആയി. അതായത് ഫോഴ്സും ഇവിടെ കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഫ്രിക്ഷൻ്റെ കേസിലുള്ള പ്രോബ്ലം പോലെയാണ്. ഇപ്പം നമ്മളിവിടെ ഒരു പലക, ഇവിടെ നിന്നൊരു ഒബ്ജക്റ്റിനെ നമ്മൾ തള്ളിവിട്ടു. എന്ത് സംഭവിക്കും? ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രിക്ഷൻ കൊണ്ട് ഈ ഒബ്ജക്റ്റ് അവസാനം വന്ന് നിൽക്കും. അപ്പോൾ എന്നാൽ ഇവിടുന്ന് ഇവിടം വരെ എത്തി. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള വർക്കിടെ നമ്മൾ കാണുക എങ്ങനെയാണ് കാണുക? എഫ് ഇൻറ്റു ഡി എന്നാണ് കാണുക. ഈ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫ്രിക്ഷനാണ്. ഈ ഫ്രിക്ഷൻ്റെ സ്വഭാവം എന്താണ്? ഈ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ ചെയ്ത വർക്ക് കാണാൻ പറയുമ്പോൾ എന്താണ്? എത്ര സമയമാണ് ഫ്രിക്ഷൻ ഉണ്ടായത്? അത് ഇവിടെ നിന്നിട്ട് നിൽക്കുന്നവരെയാണ് ഫ്രിക്ഷൻ ഉണ്ടായത്. അതിൻ്റെ എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രിക്ഷൻ ചെയ്ത വർക്കിടം കിട്ടും. ഈ ഫ്രിക്ഷൻ ചെയ്ത വർക്കിടം എന്താ ചെയ്തു? ഇവിടുത്തെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആക്കി. അതായത് ഇതിന് കൈനറ്റിക് എനർജി മാറ്റി. അപ്പോൾ FD = ΔKE എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അതേ ഐഡിയ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ റിപ്പൽസീവ് ഫോഴ്സാണ് ഇതിൻ്റെ കൈനറ്റിക് എനർജി 0 ആക്കിയത്. അപ്പോൾ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാക്കിയത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ കാണുന്നത് ഇലക്ട്രിക് ഫീൽഡ് ടേംസിൽ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഫോർമുല എഴുതിയത്. അങ്ങനെയാണ് നമ്മൾ ഡിയുടെ വാല്യൂ കണ്ടെത്തിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.